നമസ്കാരം. ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് നടത്തി. പനച്ചവിള പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ കൊല്ലം NS കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് നടന്നു. ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം C അംബികകുമാരി നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ മോഹനൻ തട്ടക്കാട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K വരദരാജൻപിള്ള സ്വാഗതം പറഞ്ഞു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രദീപ് കണ്ണങ്കോട്, V സുന്ദരേശൻ, B മുരളി, രാജേന്ദ്രൻപിള്ള, ഷാജഹാൻ കൊല്ലൂർവിള, നബീസ ബീവി, ഗിരിജ ശിവദാസ്, അഞ്ജന തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡോക്ടർ അജയ് ശശിധരൻ, മിഥുൻ രാജ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം കൊടുത്തു. ഇതിന്റെ ഒരു സ്ക്രീനിങ് ക്യാമ്പ് ആയതുകൊണ്ടാണ് നമ്മളിത് മാറ്റിവെക്കാതെ നടത്തണമെന്ന് തീരുമാനിച്ചത്. മറ്റെല്ലാ ആഘോഷ പരിപാടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ക്യാമ്പ് നമുക്ക് നടത്താനിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നടത്തുന്നത്. കൂടുതൽ അതുകൊണ്ട് തന്നെ ഒരു പ്രസംഗത്തിന് എന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ക്യാൻസർ പോലെയുള്ള ഒരു രോഗത്തിന് നമ്മുടെ ജീവിതശൈലിയിലും അതേപോലെ ഭൗതിക സാഹചര്യങ്ങളിലും ഒക്കെ വന്നിട്ടുള്ള മാറ്റം നമ്മുടെ ഈ രോഗത്തിന് വലിയ തോതിൽ കൂടുവാൻ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു ആരംഭഘട്ടത്തിൽ തന്നെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒരു വൈദ്യം നമുക്ക് രോഗവിമുക്തി നേടാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും. കാരണം നമുക്കെല്ലാവർക്കും ഒരു പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ മാരകമായിട്ടുള്ള ഏതോ ഒരു രോഗം നമുക്ക് പിടിവന്നിരിക്കുന്നു. അത് നമുക്ക് ഒരിക്കലും മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം അവസാനിച്ചു. പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള ചർച്ചകളും ഭൗതികമായ ചർച്ചകളും ശാസ്ത്രബോധത്തിനെ കുറിച്ചുള്ള അറിവുകളും പകർന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായി തന്നെ ആവണം ഇങ്ങനൊരു ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പിലേക്ക് എത്തപ്പെട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കും. സന്തോഷം. ഒരു ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്നിവിടെ വന്നിരിക്കും ക്യാൻസർ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ക്യാൻസറിനും ലക്ഷണങ്ങളുണ്ടാവും. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ദിനം വേദന അല്ലെങ്കിൽ രക്തമാണ് പലപ്പോഴും നമുക്ക് അപായ സൂചകങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ വേദനയില്ലാത്ത മുഴകളായതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിനെ അവഗണിക്കാറുണ്ട്. അതേപോലെ തന്നെ പുരുഷന്മാരിലാണെങ്കിൽ വായിലുണ്ടാകുന്ന ക്യാൻസർ ഉണ്ടാകും. ഉണങ്ങാത്ത മുറിവുകളാണ് അതിൻ്റെ ലക്ഷണം. കുടലിലുണ്ടാകുന്ന ക്യാൻസറുകൾക്ക് ചിലപ്പോൾ മലബന്ധമോ അല്ലെങ്കിൽ മലത്തിൽ കൂടെ രക്തം പോകുന്നതോ ആവാം അതിൻ്റെ ഒരു ലക്ഷണമായിട്ട്. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ കാണുന്ന ലക്ഷണങ്ങളെല്ലാം നമ്മൾ സാധാരണ ദിനംപ്രതി ജീവിതത്തിൽ കണ്ടുവരുന്ന പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇത് ക്യാൻസറിൻ്റേതാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റാറില്ല.